ഹലോ ഗൈസ്, അങ്ങനെ ഒരു നേപ്പാൾ സ്വപ്നയാത്ര ഒടുവിൽ അങ്ങനെ കാത്തു നിന്നതാ നേരിട്ട് വന്നിട്ടുണ്ട്. ഒരു നേപ്പാൾ യാത്ര വ്ളോഗിന്റെ വീഡിയോ നിങ്ങൾ ഇനിയിപ്പോൾ ഫുൾ കാണാൻ പോലെ, അതും ഡേ ഇൻ മൈ ലൈഫിലോട്ടാ. നമ്മൾ നേപ്പാളിൽ പോയ ഓരോ യാത്രാ ദിവസങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ എക്സ്പീരിയൻസും ടൈം സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് ഇതിന് ഓരോ യാത്ര വിശേഷ വ്ളോഗായിട്ട് കാണിച്ചു തരാൻ വന്നു. അപ്പോൾ നമുക്ക് സബ്ബടിച്ച് വെച്ചാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാൻ ടൈം കളയേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നേപ്പാൾ യാത്ര തുടക്കം വെക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ സ്വന്തം നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ അങ്ങ് തുടക്കം ആരംഭിച്ചിട്ടൊക്കെ നമ്മളതാ നമ്മളെ ഫാമിലിയിൽ ഇവിടെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാം പുള്ളിയെല്ലാം നല്ല ടെൻഷനിൽ. ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ, പപ്പക്ക് ഒരു മാറ്റമില്ല, അങ്ങ് കൂളായിട്ട് ഇരിക്കാം. മമ്മിക്കാതെ ഭയങ്കര എക്സൈറ്റ്മെന്റാ. നമ്മളെ ട്രെയിൻ വന്ന് നേരെ ട്രെയിനും കയറി നേരെ നമ്മളിപ്പോൾ ആദ്യം തന്നെ പോകുന്ന ചെന്നൈയിലേക്ക് കേട്ടോ. അപ്പൊ ചെന്നൈയിൽ നിന്ന് നമ്മളെ ഡയറക്റ്റ് ഡൽഹിയിലോട്ടേക്കുള്ള ട്രെയിൻ. അപ്പോൾ കുറച്ച് റിസർവേഷനും കാര്യങ്ങളും പ്രശ്നങ്ങളിലുണ്ട് നമ്മൾ നേരെ ചെന്നൈക്ക് വിടുന്നത്. അപ്പൊ ചെന്നൈക്ക് ഒരു ദിവസം നമുക്ക് ചെലവഴിക്കണം. അപ്പൊ അതിനുള്ളിലുള്ള ഫുഡിന്റെ കാഴ്ചകൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ യാത്രേന്റെ ഉള്ളിൽ ഇടയിലുള്ള ഫുഡ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ. നമ്മാതിരി എക്സ്പീരിയൻസിൽ നമുക്ക് അതൊന്നും ഒരു വിഷയം അല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി നല്ല നെയ്ച്ചോറ് ചിക്കനൊക്കെ റെഡിയാക്കി പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വ്യൂവിൽ ഇതൊക്കെ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീൽ തന്നെയല്ലേ മച്ചാനെ. അപ്പൊ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ ഇന്നത്തെ ഓരോ ട്രെയിൻ യാത്രയിലെ ഭക്ഷണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ സംഭവം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി, നമുക്ക് കാഴ്ചകളും കാണാം, ഇതുപോലെ ഫുഡ് എൻജോയ്, വിശപ്പും അങ്ങ് മാറ്റാൻ, വയറും നിറക്കാം, ഹാപ്പിയായി. അപ്പൊ നമ്മൾ ട്രെയിൻ യാത്രയിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ എൻജോയ് ഒക്കെ ചെയ്തിട്ടാണ് ഫുഡൊക്കെ മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കിയിട്ട് പോയിട്ടുണ്ടാ. ശരിക്കും നമ്മൾ നേരെ ചെന്നൈയിലേക്ക് എത്തിയോടെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അപ്പൊ നേരെ ഡയറക്റ്റ് ചെന്നൈയിൽ എത്തിയപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് ഒരു ഊബറും ബുക്ക് ചെയ്ത് നേരെ പിടിച്ച് നമ്മൾ ചെന്നൈ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്ത AC വെയിറ്റിംഗ് ഹാളിൽ ഇരുന്ന് നമ്മൾ ആദ്യം തന്നെ അങ്ങ് റെസ്റ്റ് ചെയ്തട്ടാ. പിറ്റേ ദിവസം നല്ല ഉറക്കം കിട്ടാത്തതുകൊണ്ട് AC വെയിറ്റിംഗ് ഹാളിൽ ഇരുന്ന് സമയം ചെലവഴിക്കാന്നുള്ള നമ്മളെ മെയിൻ ടാസ്ക്. നമുക്കിനി ഏകദേശം എന്തായാലും വൈകുന്നേരത്തേക്കാ ട്രെയിനുള്ള. അപ്പൊ വൈകുന്നേരത്തെ ട്രെയിൻ ഏകദേശം 6 മണിക്കൂറോളം നമ്മളിങ്ങനെ രാവിലെ 8 മണിക്ക് എത്തിയാൽ നമ്മൾ 6 മണിക്കുള്ള ട്രെയിൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചെന്നൈ മൊത്തം കറങ്ങി കളിക്കണം. അതാണ് നമ്മളെ മെയിൻ ടാസ്ക്. അപ്പൊ മാക്സിമം നമുക്ക് സമയം കളയാന്നുള്ള ഒരു ടാസ്ക് തന്നെയല്ലേ. പിന്നെ അമ്മാതിരി ചൂട് തന്നെയാണ്. ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതാ നമ്മളെ മാക്സിമം ഫുഡ് കാര്യങ്ങളൊക്കെ ചുരുക്കിയിട്ടുണ്ടായിട്ടാ. കെലോഗ്സും ഇതുപോലെ കോഫി കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ മൂവ് ചെയ്ത് സംഭവം. എന്തായാലും വൈകുന്നേരം നമ്മളെ ട്രെയിനുള്ളതുകൊണ്ട് മാക്സിമം ചെലവഴിക്കുക എന്നുള്ളതാണ് ഹെവി ടാസ്ക് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ചുറ്റി കാണാം, ഓരോ ട്രെയിനിന്റെ ഭംഗി കാണാം, ഓരോ ട്രെയിൻ ഇങ്ങനെ ആസ്വദിക്കുക. ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി. ഇടയ്ക്ക് ഇതുപോലെ വിശക്കുമ്പോൾ ഒന്ന് കെലോഗ്സ് കഴിക്കുക. അങ്ങനെയായിരുന്നു നമ്മൾ ഓരോ സമയം ചെലവഴിച്ചത്. വൈകുന്നേരം ആകുന്നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒടുവിൽ നമ്മളെ ട്രെയിൻ എത്തി. ഇതാ നമ്മളെ ട്രെയിൻ കേട്ടോ, ഡൽഹി പോകണ്ടേ. അപ്പൊ ഇപ്രാവശ്യത്തെ സോളോ യാത്രയിൽ നമ്മളോടൊപ്പം ഒരാളും കൂടിയുണ്ട്. നമ്മളെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മളെ ചങ്ങായി ഇതാ ട്രെയിനിൽ കയറേണ്ട ആവേശമില്ല കേട്ടോ. എന്റെ ബാഗ് വിട്ടിട്ടുള്ള ഷോ ഓഫ് ആയി കളിക്കുന്നത് സംഭവം. എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ട്രെയിൻ കയറേണ്ട ആവേശത്തിലുള്ള. പിന്നെ ഓൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഓനും കൂടി വീഡിയോ എടുത്ത് നമ്മൾ നേരെ ട്രെയിൻ കയറട്ടെ. അപ്പൊ ഇനി രാത്രി വിശേഷങ്ങൾ. ഇനി രാത്രി ഒരു ദിവസം നമ്മൾ ഏകദേശം 2.5 ദിവസത്തോളം ചെലവഴിക്കണം. ഇത് ഫസ്റ്റ് ഡേ ആട്ടോ ട്രെയിനിൽ. ഇതുവരെ നമ്മൾ ഒരു ദിവസം ചെന്നൈയിലേക്ക് ട്രെയിൻ യാത്രക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച. പക്ഷേ ഇനി നമ്മൾ 2 ദിവസമുള്ള ട്രെയിനിൽ വെറുതെ ഇരിക്കണം. അതുപോലെ ഫുഡ് കാര്യങ്ങൾ ടൈം ഇതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊടിച്ചുകൊണ്ട് പോകട്ടെ. അപ്പൊ നമ്മൾ ഡൽഹി എത്തുന്ന ഏകദേശം ഈ ട്രെയിനിൽ നമ്മൾ ഇനി സമയം ചെലവഴിക്കുന്ന മാക്സിമം എന്തൊക്കെ ചെലവഴിക്കാൻ പറ്റുന്ന ആ രീതിയൊക്കെ നമ്മൾ ചെലവഴിച്ചിട്ടാ വന്ന് ഗെയിം കളിച്ച് പുറത്തോട്ട് വായി നോക്കിയിരുന്ന് ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ ഓരോ പാട്ടും കേട്ടിരുന്ന് ഇങ്ങനെയായിരുന്നു നമ്മൾ ഓരോ സമയം ചെലവഴിക്കണേ. പിന്നെ ചെന്നൈയിൽ തന്നെ കയറുകൊണ്ട് ഒടുക്കത്തെ ചൂടാന്ന് പോലെ അങ്ങ് അപ്പർ ബെർത്തിലിരുന്ന് ഫാനിന്റെ അടിയിൽ ഇതാ ഇങ്ങനെ കാറ്റ് വിട്ട് സുഖിച്ചിരിക്കുക. കാരണം അമ്മാതിരി ചൂട്. അതാ കൻ്റെ ഒരു അവസ്ഥ കൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് വരെ മാറ്റേണ്ട അവസ്ഥയാണ്. കാരണം അമ്മാതിരി ചൂടാ. സ്ലീപ്പറാ ബുക്ക് ചെയ്തിരുന്നത്. കാരണം വേറെ ഒരു വഴിയില്ലായാലും ചെന്നൈയിൽ നിന്ന് വിടുന്നതുകൊണ്ട് തന്നെ ഓരോ മധ്യപ്രദേശ് മഹാരാഷ്ട്രയൊക്കെ തമ്മിൽ ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഒടുവിൽ നമ്മൾ ഏകദേശം ഡൽഹിയിൽ ഇതാ എത്തി ഒരു റൂം എടുത്ത് അങ്ങ് റെസ്റ്റ് ചെയ്തട്ടെ. ഇനി നമുക്ക് വൈകുന്നേരത്തേക്കല്ല ട്രെയിൻ. ഇനി നമ്മൾ എവിടെയാ പോകുന്നത് വെച്ചാൽ നമ്മൾ നേരെ ഗോരഖ്പൂരേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സ്റ്റേഷനിലേക്ക് നമ്മൾ നാളെ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്ത് അടുത്ത റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിതാ മാഗീൻ്റെ ഫുഡൊക്കെ കഴിച്ച് മാഗീൻ്റെ ഒരു വ്ളോഗ് ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. മുകളിൽ ഞാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ അതാ അവിടുന്ന് നമ്മൾ നേരെ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനുള്ള ഗോരഖ്പൂരിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഫുഡും ചെലവഴിച്ച് ടൈമൊക്കെ ചെലവഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളിന് പോകുന്നത് ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്രെയിനിലട്ടാ. അപ്പോൾ നേരെ ഓട്ടോറിക്ഷയിൽ പോകുന്ന കാഴ്ചയിലട്ടാ. അപ്പോൾ നമുക്കുള്ള ട്രെയിൻ ഇതാണ്. നമ്മൾ ട്രെയിൻ ഏകദേശം കയറി. അതിൻ്റെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉള്ള ഷോർട്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതെല്ലാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ AC ആണ് ബുക്ക് ചെയ്ത. 3rd AC നമുക്ക് 6 AC കിട്ടി. നമ്മൾ നേരെ ഇനി ഗോരഖ്പൂരിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്തായാലും പിറ്റേ ദിവസം 10 മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഗോരഖ്പൂർ എത്തും. രാവിലെ എണീച്ചിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത് ഈ ഒരു AC കിട്ടുന്ന വ്യൂവും പിന്നെ ആ ഒരു ഭംഗിയും ഒരു വേറെ ഫീൽ തന്നെ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഫീൽ ഈ 3rd AC ഇരുന്ന ഈ സൈഡ് ബർത്തിൽ കിട്ടുന്ന ഒരു ഫീൽ. അതൊരു വേറെ ലെവൽ ഫീൽ തന്നെ. എന്തായാലും ഇനി ഗോരഖ്പൂർ എത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതെല്ലാം ഇനി അടുത്ത പ്ലാൻ. എങ്ങനെയെങ്കിലും ഒന്ന് ഗോരഖ്പൂർ എത്തണം, നേപ്പാൾ എത്തണം, ഒരു ഒറ്റ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ളൂ കേട്ടോ ആ സമയം വരെ. അങ്ങനെ ട്രെയിനിൽ മാക്സിമം ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെലവഴിച്ചാട്ടോ. കാരണം പിറ്റേ ദിവസം ഡൽഹിയിൽ നിന്ന് ഏകദേശം 9 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. 9 മണി തൊട്ട് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 മണിക്ക് നമ്മൾ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്താട്ടോ. ഏകദേശം ഒരു ഡൽഹിയിൽ നിന്ന് 9 മണിക്കൂർ യാത്രയോളം ഉണ്ട് ഗോരഖ്പൂരിലേക്ക് പോകാൻ. എന്തായാലും ഗോരഖ്പൂർ എത്തിയിട്ട് നേപ്പാളിലാണെന്ന് ഒരു ഒറ്റ മൈൻഡ് മാത്രം നമ്മളെ രണ്ടാളെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ്. എങ്ങനെയൊക്കെ നേപ്പാളിലാണെന്നൊരു ഒറ്റ ചിന്തയിലാണ് നമ്മളുള്ളത്. പക്ഷെ എന്തൊക്കെ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന സമയമെല്ലാം നമ്മളിങ്ങനെ ട്രെയിനിൽ ഇതുപോലെ വായി നോക്കിയിട്ട് പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെലവഴിച്ചത്. എന്തായാലും രാവിലെ
ആയതുകൊണ്ട് തന്നെ ഏകദേശം ഗോരഖ്പൂർ എത്താനായതുകൊണ്ട് തന്നെ ചെങ്ങായിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ചെങ്ങായി എന്തായാലും ട്രെയിനിൽ നിന്ന് ഏകദേശം ഒരു ബ്രെഡും ഓംലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ട്രെയിനിൽ നിന്ന് ഫുഡ് മാക്സിമം ഒഴിവാക്കുന്ന ഒരാളാണ്. ട്രെയിനിൽ ഫുഡ് ഞാൻ കഴിച്ചിരുന്നില്ല. ചെങ്ങായി വിശപ്പുള്ളതുകൊണ്ട് തന്നെ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. എന്തായാലും പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ രാവിലത്തെ എന്തെങ്കിലും എല്ലാം ആയിട്ട് വയറിലൊന്ന് കയറണം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് അവൻ അങ്ങ് കഴിച്ചു. ഇതാ നമ്മളെ ചെങ്ങായി കേട്ടോ, ട്രെയിനിൽ വെച്ചപ്പെട്ടൊരു ചെങ്ങായി ആള് നല്ല വൈബാ. ചെങ്ങായി ഡൽഹിക്കാരാണ്. പിന്നെ നമ്മളുടെ സമയം ചെലവഴിക്കാൻ ഒരു ചങ്ങായും കൂടി വിട്ടപ്പോൾ നമ്മളെ വൈബങ്ങായിട്ടാ. അപ്പൊ ട്രെയിനിൽ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം സമയം നമ്മൾ ചെലവഴിച്ച് അപ്പൊ നമ്മൾ ഗോരഖ്പൂർ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ഏകദേശം 3 ദിവസത്തിന്റെ ട്രെയിൻ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇതാ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട്. എങ്ങനെ കാണാൻ വലിയ രസമൊന്നുമില്ലല്ലോ, അത്രയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് മെയിൻ പരിപാടി നമ്മൾ നേപ്പാളിലേക്ക് കടക്കുന്ന പരിപാടി. ഇപ്പൊ നേപ്പാളിലേക്ക് പോകാനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ടാക്സി പിടിച്ച് സൊണാലി ബോർഡറിലേക്ക് എത്താന്നുള്ളതാണ്. അവിടുന്ന് ബോർഡർ കടക്കാനുള്ള ഒരു ഒറ്റ പരിപാടിയുള്ളൂ. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് അടുത്ത പാർട്ട് 2 വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ഡേ 1 വ്ളോഗ് ആകെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡേ 2 വ്ളോഗ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും കാണാണ്ടിരിക്കാൻ മറക്കാൻ. നമ്മൾ ഡേ 2 വ്ളോഗ് അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും നമ്മൾ സൈൻ ഓഫ് ചെയ്യുക. സോ ഇറ്റ്സ് ഹിയർ സൈനിങ് ഓഫ് ഫ്രം ദി ഡിഗ്ഗി ദ വ്ളോഗർ. കണ്ടുകൊണ്ടേയിരിക്കും.